Welcome back all to the course Professional Ethics. Today we are going to start with our module 2, and the title of the module is Engineering Ethics and Professionalism. In the first module we had came across some basic ideas about ethics, morals, values, service learning, commitment, and some basic terms we had seen in the first module. We are getting into some more detailed fashion in module 2, and especially here we are going to see about engineering ethics. In the first module we just had a general picture on the ethics, morals and all. From here onwards we will be involving into engineering ethics. We will be dealing things some more related to the engineering field itself. And what we are going to see in this module is we will be seeing the senses of engineering ethics, variety of moral issues, types of inquiry, moral dilemmas, moral autonomy, Kohlberg's theory, Gilligan's theory, consciousness and controversy, profession and professionalism, models of professional roles, theories about right action, self-interest, customs and religion, uses of ethical theories. These are the things we are going to see in module 2. So let's start with the term engineering ethics. Now we are familiar with the term ethics or the term moral. Like we'll be having an idea like something identifying which is right and wrong in a particular situation, or while taking a particular decision we are just thinking which is right or wrong, which is good or bad. ഒരു പ്രത്യേക തീരുമാനം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ശരി ഏതാണ്, തെറ്റേതാണ്, അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ വേർതിരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വേർതിരിക്കേണ്ട ഒരു ഇതിനെയാണ് നമ്മൾ എത്തിക്സ് മോറലിനൊക്കെ നമ്മൾ മോഡ്യൂൾ 1 പറഞ്ഞായിരുന്നു. എൻജിനീയറിംഗ് എത്തിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് it is the ability, not alone ability, as well as the responsibility of an engineer to judge his decision from the context of general well-being of the society. എൻജിനീയറിംഗ് എത്തിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും എൻജിനീയേഴ്സിൻ്റെ ഒരു കോർ കാര്യത്തിലേക്ക് നമ്മൾ പറയാൻ പോകുന്നത്. എൻജിനീയറിംഗ് എത്തിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു എൻജിനീയറുടെ കഴിവാണ്. കഴിവ് മാത്രമല്ല, ഒരു എൻജിനീയറുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. എപ്പോഴെങ്കിലും ഈ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റയർ സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട്. നിങ്ങളൊക്കെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസാണ്. നിങ്ങൾക്ക് ഈ സൊസൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ എന്തൊരു ഡിസിഷൻ എടുത്താലും അല്ലെങ്കിൽ എന്തൊരു പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയാലും ഇത് സൊസൈറ്റിക്ക് വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരാണോ ഇതിൻ്റെ കസ്റ്റമേഴ്സ് അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. സോ എൻജിനീയറിംഗ് എത്തിക്സ് ഡീൽസ് വിത്ത് ദ എബിലിറ്റി ആസ് വെൽ ആസ് റെസ്പോൺസിബിലിറ്റി ഓഫ് എൻജിനീയേഴ്സ് ടു ടേക്ക് ഡിസിഷൻസ് ഓർ ടു പ്രാക്ടീസ് ടേക്കിംഗ് ഡിസിഷൻസ് which will result in the general well-being of the society. Another term, the title of this module was even engineering ethics and professionalism. So professional ethics. So the first time was ethics, then we had seen engineering ethics, and now professional ethics. Before seeing what is professional ethics, let us see what is profession. Profession is a commitment to a designated and organized occupation. ഇപ്പോൾ ടീച്ചർ, ഡോക്ടർ, എൻജിനീയർ ഇതൊക്കെ ഒരു പ്രൊഫഷനാണ്. ഒരു പർട്ടിക്കുലർ ജോലി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ജോബ്, ദാറ്റ്സ് കോൾഡ് ആസ് പ്രൊഫഷൻ. പ്രൊഫഷണൽ എത്തിക്സ് ആസ് അപ്പോസ് ടു പേഴ്സണൽ വാല്യൂസ് ആൻഡ് മൊറാലിറ്റി ഇസ് എ സെറ്റ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് ഓഫ് എ പ്രാക്ടീസിങ് എൻജിനീയർ വിച്ച് ഇസ് റിക്വയർഡ് ടു ഫോളോ. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്
ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സിനെയാണ് അല്ലെങ്കിൽ റൂൾസിനെയാണ് നമ്മൾ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ജോലിക്ക് പോയി തുടങ്ങും. അപ്പം അവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. വി വിൽ കോൾ ഇറ്റ് ആസ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. പലതരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമുക്ക് അതിലേക്ക് ഡീപ്പായിട്ട് പുറകാലെ വരാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈവൻ നിങ്ങളുടെ ഡ്രസ് കോഡിൽ തന്നെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾ ക്ലയൻറ്റിന് അല്ലെങ്കിൽ കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് കൊടുക്കുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഫ്രം ടോപ്പ് ടു ബോട്ടം ദർ ആർ സം സ്റ്റാൻഡേർഡ് വിച്ച് റിസൾട്ട്സ് ഇൻ ദി ടോട്ടൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. സെൻസസ് ഓഫ് എഞ്ചിനീയറിംഗ് എത്തിക്സ്. സെൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മീനിങ്, അല്ലെങ്കിൽ എന്താണ് ഈ എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്ന വാക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം? The word ethics has different or distinct meanings, but they are correspondingly related to each other. നമ്മൾ തന്നെ ഇപ്പോൾ കുറേ മീനിങ്സ് പറഞ്ഞു. റൈറ്റ് ഓർ റോങ്, ഗുഡ് ഓർ ബാഡ്, വെദർ ഇറ്റ് റിസൾട്ട്സ് ഇൻ വെൽ ബീയിങ്. കുറേ എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ എത്തിക്സിനെ പറ്റി പറഞ്ഞു. കുറേ മീനിങ്സ് നമ്മൾ പറഞ്ഞു. whatever, all of these is related to each other. നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ മോഡ്യൂളിൽ എത്തിക്സ് എന്താണെന്ന് പറഞ്ഞതും അതിനുശേഷം പിന്നെ അതിൽ തന്നെ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു, പല ഡെഫിനേഷൻസ് പറഞ്ഞു, അല്ലെ പല എക്സ്പ്ലനേഷൻസ് നമ്മൾ പറഞ്ഞു, പല മീനിങ്ങിലാണ് നമ്മൾ പറഞ്ഞെങ്കിലും എവറിത്തിങ് വാസ് കണക്റ്റഡ് ടുഗദർ, എവറിത്തിങ് വാസ് കൺവേയിങ് ദി സെയിം. In connection with that, engineering ethics has also various meanings which are related to one another. Let us see what are the senses of engineering ethics. എഞ്ചിനീയറിംഗ് എത്തിക്സിനും അതുപോലെ നമ്മൾ സാധാ എത്തിക്സിന് പറഞ്ഞ പോലെ തന്നെ പല മീനിങ്സ് കൺവേ ചെയ്യാനായിട്ടുണ്ട്. അപ്പം എഞ്ചിനീയറിംഗ് എത്തിക്സിൻ്റെ കേസ് എടുത്താൽ ദർ ആർ 2 സെൻസസ് ഓർ 2 meanings ഫോർ എഞ്ചിനീയറിംഗ് എത്തിക്സ്, നെയിംലി നോർമേറ്റീവ് സെൻസസ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സെൻസസ്. ലെറ്റ് us see what it is. A normative sense includes knowing moral values, finding accurate solutions to moral problems, and justifying moral judgments in engineering practices. അതായത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു മോറൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് വളരെ കൃത്യമായ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, വളരെ കൃത്യമായ സൊല്യൂഷൻസ് ചെയ്യുക, സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷൻസിനെ നമുക്ക് പ്രോപ്പറായിട്ട് മോറൽ ഔട്ട്ലൈനിൽ നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ദാറ്റ് ഈസ് വൺ മീനിങ് ഫോർ എഞ്ചിനീയറിംഗ് എത്തിക്സ്, senses of engineering ethics. Another meaning is study of decisions, policies and values that are morally desirable in engineering practice and research. എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ പ്രാക്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എടുക്കുന്ന ഡിസിഷൻസ് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസീസ്, അതിനുള്ള വാല്യൂസ്, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയും ഒരു മീനിങ് ഇതിന് വേണേൽ നമുക്ക് പറയാം. Using codes of ethics, standards and applying them in their transactions by engineer. അപ്പം പല കമ്മ്യൂണിറ്റീസും അല്ലെ പല പ്രൊഫഷണൽ കമ്മ്യൂണിറ്റീസും കോഡ് ഓഫ് കണ്ടക്റ്റും ഒക്കെ പറയും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സും ഒക്കെ പറയും. ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്ത് അപ്ലൈ ചെയ്യുകയും ഫോളോ ചെയ്ത് പോവുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനെയും നമ്മൾ നോർമേറ്റീവ് സെൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എത്തിക്സിൻ്റെ ഒരു മീനിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെയും പറയുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് നോർമേറ്റീവ് സെൻസസ്. അതർ സൈഡ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് സെൻസ്. ഒരു ഡിസ്ക്രിപ്റ്റീവ് മീനിങ്ങും കൂടി ഉണ്ട് ഈ ഒരു സെൻസസ് ഓഫ് എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്ന് പറയുന്ന വേർഡിന്. ലെറ്റ് us see what it is. It refers to what specific individual or group of engineers believe in an act without justifying their beliefs or actions. അത് പറയുന്നത് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് സെൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എഞ്ചിനീയർ ഒരു കാര്യം ചെയ്യുന്നതിൽ വിശ്വസിക്കുകയാണ് വിത്തൗട്ട് ജസ്റ്റിഫൈങ് ദിയർ ബിലീവ്സ്. അവരുടെ ഉള്ളിലുള്ള മോറൽസോ അല്ലെങ്കിൽ അവരുടെ എത്തിക്സോ അല്ല അവർ ചെയ്ത ആക്ഷനെയൊക്കെ ജസ്റ്റിഫൈ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നൊന്നുമില്ല. അവർ ചെയ്തത് ശരിയാണ്, അല്ല ഇങ്ങനെ ചെയ്യുന്നതാണ് കറക്റ്റ്, എത്തിക്കലി കറക്റ്റ് എന്നൊരു രീതിയിൽ മുമ്പിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് സെൻസ്. So engineering ethics has 2 senses, normative sense and descriptive sense. A general comparison of senses of engineering ethics and എത്തിക്സും എഞ്ചിനീയറിംഗ് എത്തിക്സിൻ്റെ മീനിങ്ങുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. സോ ദിസ് പാർട്ട്
ethics, and then this part is engineering ethics. So ethics is an activity which concerns with making investigations and knowing about moral values, finding solutions to moral issues, and justifying moral issues and justifying moral judgments. മോറൽ ഇഷ്യൂസിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ മോറൽ വാല്യൂസൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെടുക്കുകയും അതിനെയൊക്കെ സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നതെന്ന് നമ്മൾ പറയുന്നു. വൈൽ കമ്മിങ് ടു എഞ്ചിനീയറിംഗ് ethics is also similar to ethics, but it specifically deals with the engineering field. It finds solutions in engineering field, what an engineer could do in solving a moral problem. അപ്പം എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എത്തിക്സ് തന്നെയാണ്, മീനിങ്ങിലൊന്നും മാറ്റമൊന്നുമില്ല, പക്ഷേ വളരെ സ്പെസിഫിക് ആയിട്ട് എഞ്ചിനീയറിംഗ് സെക്ടറിലുള്ള കാര്യമാണ് ഇത് നോക്കുന്നത്. എത്തിക്സ് is a means of contrasting moral questions from non-moral problems. ഇപ്പോൾ നോൺ മോറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് അതിനെയൊക്കെ കോൺട്രാസ്റ്റ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് അതിനെ മോറലാക്കി എടുക്കുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഹിയർ ഓൾസോ ദ സെയിം തിങ്, ബട്ട് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി റിലേറ്റഡ് ടു ദി എഞ്ചിനീയറിംഗ് ഫീൽഡ്. ഇവിടെ ജനറൽ എത്തിക്സ് അല്ല നമ്മൾ എഞ്ചിനീയറിംഗ് എത്തിക്സിൽ പറയുന്നത്, എഞ്ചിനീയേഴ്സിൻ്റെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡുമായി ബന്ധപ്പെട്ട എത്തിക്കൽ റിലേറ്റഡ് തിങ്സിനെയാണ് നമ്മളിവിടെ ഡീല് ചെയ്യുന്നത്. Ethics is also used as a mean of describing the beliefs, attitudes, and habits related to individuals or a group's morality. Ethics ജനറലി നമ്മൾ എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചിലപ്പം ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡായിരിക്കാം, അല്ലെങ്കിൽ ചില ബിലീഫ്സ് ആയിരിക്കാം, ചില ഹാബിറ്റ്സ്, ചില സ്വഭാവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ടുഗദറായിട്ടുള്ള മോറൽ വാല്യൂസ് ആയിരിക്കാം. ഇതിനൊക്കെ നമുക്ക് എത്തിക്സ് എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭഗവത്ഗീതയിലുണ്ട്, ബൈബിളിലുണ്ട്, ഖുറാനിലുണ്ട്, എല്ലായിടത്തും എത്തിക്സിനെ പറ്റി തന്നെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ, എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ബട്ട് എഞ്ചിനീയറിംഗ് എത്തിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇറ്റ് ഡീൽസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, അക്സെപ്റ്റഡ് കോഡ്സ് സ്പെസിഫിക് ടു ദി എഞ്ചിനീയറിംഗ് സൊസൈറ്റി. എഞ്ചിനീയറിംഗ് സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റിയുടെ അക്സെപ്റ്റഡ് കോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോഡ് ഓഫ് ലാംഗ്വേജ് ഒക്കെ ആയിരിക്കും ഈ എഞ്ചിനീയറിംഗ് എത്തിക്സ് ഡീൽ ചെയ്യുന്നത്. As per definition of dictionaries, moral principles is about the actions and principle of conduct of the people. That is, ethics deals with finding whether a particular thing is ethical or unethical, or finding whether a particular thing is good or bad, whether a particular thing is right or wrong. While coming to engineering ethics, it also concerns with discovering moral principles such as obligations, rights, and ideals in engineering and applying them to take correct decision. എഞ്ചിനീയറിംഗ് എത്തിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ എക്സാക്ട്ലി നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ഓർ റോങ് എന്നൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. എങ്കിൽ പോലും അവിടെ നമ്മൾ ഈ റൈറ്റ് ഓർ റോങ്ങും അല്ലെങ്കിൽ ഈ മോറൽ പ്രിൻസിപ്പിൾസും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ എഞ്ചിനീയറിംഗ് എത്തിക്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് വാസ് ജസ്റ്റ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ജനറൽ എത്തിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് എത്തിക്സ്. Engineering ethics can be classified into two: microethics and macroethics. Microethics means personal decisions about ethical situations in our lives and careers. അപ്പം എൻ്റെ വ്യക്തിപരമായ തീരുമാനം എൻ്റെ ലൈഫിലോ അല്ലെങ്കിൽ എൻ്റെ കരിയറിലോ ഉള്ള എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണെങ്കിൽ, ഞാനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ മൈക്രോ എത്തിക്സ് എന്ന് വിളിക്കാം. While coming to the macroethics, it's a collective decision, or it's a social responsibility of engineers, or it's a societal decision about technology. അപ്പോൾ മാക്രോ എത്തിക്സ് വരുമ്പോഴത്തേക്ക് കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ ഡിസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു എഞ്ചിനീയേഴ്സിൻ്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. എനിവേ ദ ഡിസിഷൻ വിൽ ബി കളക്റ്റീവ്. അപ്പം എഞ്ചിനീയറിംഗ് എത്തിക്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: മൈക്രോ എത്തിക്സ് ആൻഡ് മാക്രോ എത്തിക്സ്. Micro ethics is a based on personal decisions, and macro ethics is based on collective decisions. Micro ethics is again classified into individual ethics and professional ethics. Individual ethics കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സിൻസിയർ ആണോ, അവൻ സത്യസന്ധനാണോ, ഹോണസ്റ്റ് ആണോ, ഇൻറ്റഗ്രിറ്റി ഉണ്ടോ, അവന് ഫെയർനെസ് ഉണ്ടോ, ആൾ ജെന്യൂൻ ആണോ, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ എത്തിക്സ്. പ്രൊഫഷണൽ എത്തിക്സ്
ആൾ കോമ്പീറ്റൻ്റ് ആണോ? ഓരോ ഇൻഡിവിജ്വലിൻ്റെ കാര്യമാണ് നമ്മൾ മൈക്രോ എത്തിക്സിൽ പറയുന്നത്. ഇവൻ ടെക്നോളജിയൊക്കെ ഇവൻ നന്നായിട്ട് അറിയാമോ? ആൾ പ്രൊഫഷണലി കോമ്പീറ്റൻ്റ് ആണോ? ഇന്ന് ഏറ്റവും നല്ല ടെക്നോളജി ആയിട്ട് നിൽക്കുന്ന ഇന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അപ്പോൾ അവൻ അതിൽ കോമ്പീറ്റൻ്റ് ആണോ? ഇവൻ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസൊക്കെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റിയൊക്കെ എൻഷുർ ചെയ്താണോ പോകുന്നത്? ദാറ്റ് ഈസ് യുവർ പ്രൊഫഷണൽ വാല്യൂ വിൽ ബി മെഷേർഡ് ദെയർ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ സേഫ്റ്റി ഉണ്ടോ? നിങ്ങൾ എഴുതുന്ന കോഡൊക്കെ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സൊക്കെ പ്രകാരമാണോ നിങ്ങൾ എഴുതുന്നത്? നിങ്ങൾ എഴുതുന്ന കോഡ്സ് ക്വാളിറ്റി ഉണ്ടോ? പ്രൊഫഷണൽ വാല്യൂസിനെയായിരിക്കും നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. While coming to the macro ethics side, it is also again classified into professional ethics and social ethics. In the professional ethics, what it says is, ഈ കളക്റ്റീവായ ഡിസിഷൻ എടുത്ത് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഈ പ്രോഡക്റ്റ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണോ? ഈ പ്രോഡക്റ്റ് ഡ്യൂറബിൾ ആണോ? ലയബിൾ ആണോ? നമുക്കിതിനെ റിലേ ചെയ്യാനായിട്ട് പറ്റുമോ? ഇത് പബ്ലിക്കിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന പ്രോഡക്റ്റ് ആണോ? ആൻഡ് സിമിലർലി അഗെയിൻ അനദർ ക്ലാസിഫിക്കേഷൻ സോഷ്യൽ എത്തിക്സ്. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണോ? ഇത് എത്തിക്സൊക്കെ ഫോളോ ചെയ്തിട്ടാണോ? ഇത് ഡീഗ്രേഡബിൾ ആണോ? ഇത് എന്തെങ്കിലും സൊസൈറ്റിക്ക് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇത് ഉണ്ടാക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇൻ ജനറൽ എഞ്ചിനീയറിംഗ് എത്തിക്സ് ഇസ് ക്ലാസിഫൈഡ് ഇൻടു 2: മൈക്രോ എത്തിക്സ് ആൻഡ് മാക്രോ എത്തിക്സ്. Micro deals with personal decisions, while as macro deals with collective decisions or decisions formed inside a group. We can classify moral issues again into 2: micro issues and macro issues. Micro issues, decisions that may affect a group of people. ഇപ്പോൾ മൈക്രോ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് മൈക്രോ ഇഷ്യൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹാംഫുൾ റേഡിയേഷൻ ഫ്രം എ പർട്ടിക്കുലർ മോഡൽ ഓഫ് മൊബൈൽ ഫോൺ. ഒരു പർട്ടിക്കുലർ മൊബൈൽ ഫോണിന് ഹാംഫുൾ ആയിട്ട് റേഡിയേഷൻ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ ആരൊക്കെയാണോ മേടിച്ചേക്കുന്നത് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രമേ ആ ഇഷ്യൂ ഉണ്ടാവുള്ളൂ. And another issue is macro issue, which is global in scale and tend to affect the entire humanity. മറ്റേത് നമ്മളൊരു ചെറിയ ഇഷ്യൂ ആയിട്ടാണ് മൈക്രോ ഇഷ്യൂവിനെ പറഞ്ഞത്. ആ പർട്ടിക്കുലർ മൊബൈൽ ഫോൺ വാങ്ങിച്ച ആൾക്കാർക്ക് മാത്രമേ ആ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാക്രോ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അതൊരു ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സ്കെയിലുള്ള ഇഷ്യൂ ആണ്. ആസ് ആൻ എക്സാമ്പിൾ ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷൻ. അത് എൻറ്റയർ ഹ്യൂമാനിറ്റിയെ തന്നെ, എൻറ്റയർ ഹ്യൂമൻ ബീയിങ്സിനെ തന്നെ അല്ലെങ്കിൽ എൻറ്റയർ വേൾഡിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഇഷ്യൂസാണ്. So 2 kinds of moral issues: micro issues and macro issue. Micro issue is a decision or issues that affect very small group of people, while as macro issue is an issue which affects the entire humanity. Variety of moral issues. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള മോറൽ ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, മൈക്രോയും മാക്രോയും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏതൊക്കെ വെറൈറ്റി ഓഫ് ഇഷ്യൂസ് മോറൽ ഇഷ്യൂസ് ഉണ്ടാകാം എന്ന് നമുക്ക്, അല്ലെങ്കിൽ അതിനുള്ള ചാൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The word morality is concerned with what morally ought or ought not be given in a situation. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം അല്ലെ എന്ത് കൊടുക്കരുത്, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വാട്ട് മൈറ്റ് ബി റൈറ്റ് ഓർ റോങ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തായിരിക്കും ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ്, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വിച്ച് ഈസ് ഗുഡ് ഓർ ബാഡ്, അല്ലെങ്കിൽ ഏത് പോളിസി, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏത് പോളിസിയാണ് നല്ലത് അല്ലെങ്കിൽ ഏത് പോളിസി നല്ലതല്ല, ഇതൊക്കെ കൺസേൺ ചെയ്യുന്നതാണ് മോറൽ അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. ദ വെറൈറ്റീസ് ഓഫ് മോറൽ ഇഷ്യൂസ് ആർ, പല പല കാരണങ്ങൾ കൊണ്ട് മോറൽ ഇഷ്യൂസ് ഉണ്ടാവാം. ഒന്ന്, organization oriented issues. Being an employee to a firm, the engineer has to work towards the achievement and the objective of his or her organization. ഞാനൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടായിരിക്കണം ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഡെഡിക്കേഷൻ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിനോടായിരിക്കണം, ആ കമ്പനിയുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം, ആ കമ്പനിയുടെ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കണം ഞാൻ വർക്ക് ചെയ്യുന്നത്. Engineers have to give higher priority to the benefits of the organization than one's own benefits. ഞാനൊരു എഞ്ചിനീയറായിട്ടൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ നേട്ടങ്ങളെക്കാൾ എൻ്റെ കമ്പനിക്ക് നേട്ടങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കണം ഞാൻ വർക്ക് ചെയ്യുന്നത്. Engineers should be able to work collectively with colleagues
ആൻഡ് അതർ മെമ്പേഴ്സ് ഇൻ ഓർഡർ ടു അച്ചീവ് ഫേംസ് ഗോൾ. നമ്മൾ വർക്ക് ചെയ്യുന്ന ഫേം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കളക്റ്റീവായിട്ട് കുറേ കൊളീഗ്സുമായിട്ടൊക്കെ നമ്മൾ മിക്സപ്പ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഈ റീസൺസ് കാരണം, ഈ ഓർഗനൈസേഷനകത്തുള്ള ഈ പറയുന്ന റീസൺസ്, ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് മോറൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സെക്കൻഡ് വൺ, ക്ലയൻറ്റ് ഓർ കസ്റ്റമർ ഓറിയൻറ്റഡ് ഇഷ്യൂസ്. നമ്മൾ ഏതൊരു ബിസിനസ് എടുത്താലും there will be clients in one end or there will be customers in the one end. ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അതെന്തോ ആയിക്കോട്ടെ, ഇത് മേടിക്കുന്ന ആളാണ് കസ്റ്റമർ, അല്ലെങ്കിൽ ഇത് മേടിക്കുന്ന ആളാണ് ക്ലയൻറ്റ്. ആര് പറഞ്ഞിട്ടാണോ ഞാൻ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ഞാൻ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ചെയ്യുന്നത്, ദേ ആർ ക്ലയൻറ്റ് ഓർ കസ്റ്റമർ. സോ കസ്റ്റമറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലയൻറ്റിനെ ബേസ് ചെയ്തിട്ട് മോറൽ ഇഷ്യൂസ് ഉണ്ടാവാം. എൻജിനീയേഴ്സ് ഹാവ് എ മേജർ റോൾ ഇൻ ഐഡൻറ്റിഫൈയിങ് ദി കസ്റ്റമേഴ്സ് വോയിസ്. നിങ്ങൾ നാളെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ആ ക്ലയൻറ്റിന് വേണ്ടത്, അല്ലെങ്കിൽ ആ കസ്റ്റമറിന് എന്ത് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്, എന്തൊക്കെ ഫീച്ചേഴ്സ് അതിനകത്ത് വേണം, അയാളുടെ യഥാർത്ഥ ആവശ്യം എന്താണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾ ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിക്കൊണ്ട് ഈ സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമർ പറയുകയാണ്, അല്ലെങ്കിൽ ക്ലയൻറ്റ് പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊന്നും അല്ല ശരിക്കും ഉദ്ദേശിച്ചു കേട്ടോ, അന്നിങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ ഇതല്ല ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത്. There arises another moral issue. അപ്പം ഏതൊരു ബിസിനസ് ആണെങ്കിലും ക്ലയൻറ്റ്സ് വിൽ ബി ദെയർ. മോറൽ ഇഷ്യൂസ് മേ ഗെറ്റ് റേസ്ഡ് ഫ്രം ദി ക്ലയൻറ്റ് സൈഡ്. ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്ന് മോറൽ ഇഷ്യൂസ് ഉണ്ടാവാം. ആ കസ്റ്റമറോട് സംസാരിച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ് നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്നത്, ശരിക്കും ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, എനിക്ക് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വേണ്ടത്, എനിക്ക് ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ കുറച്ചുകൂടി അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ മാറ്റി ഡിസിഷൻസൊക്കെ മാറ്റി പറയും. ദെയർ എറൈസസ് മോറൽ ഇഷ്യൂസ് വിത്ത് ദി ക്ലയൻറ്റ്സ്. ക്ലയൻറ്റുമായിട്ടുള്ള മോറൽ ഇഷ്യൂസ് അവിടെ ഉണ്ടാവാം. തേർഡ് വൺ ഈസ് കോമ്പറ്റീറ്റർ ഓറിയൻറ്റഡ് ഇഷ്യൂസ്. ഫോർ എവറി പ്രോഡക്റ്റ്, ഫോർ എവറി ബിസിനസ് ദർ വിൽ ബി എ കോമ്പറ്റീറ്റർ. നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങിയാലും ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ, അതിനോട് ഒത്തു പിടിച്ച് നിൽക്കുന്ന മറ്റൊരു ബിസിനസ് പേഴ്സൺസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രോഡക്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. സോ നമുക്ക് അവരോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പം മോറൽസിനെ വയലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എത്തിക്സിനെ നമ്മൾ വയലേറ്റ് ചെയ്യും. In order to withstand in a market, engineers should produce better than their competitors by all means. എൻ്റെ പ്രോഡക്റ്റ്, ഞാനൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഇത് മാർക്കറ്റിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോമ്പറ്റീറ്റർ കൊടുക്കുന്നതിനേക്കാൾ ഫീച്ചേഴ്സ്, അതിപ്പോൾ പ്രൈസിൽ കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ ഫീച്ചേഴ്സ് എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഈ ഒരു കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്ക് എഞ്ചിനീയേഴ്സ് എന്ത് പറ്റും, എത്തിക്സിനെ വയലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫോർത്ത് വൺ, ലോ, ഗവൺമെൻറ് ആൻഡ് പബ്ലിക് ഏജൻസീസ് ഓറിയൻറ്റഡ് ഇഷ്യൂസ്. അപ്പം നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്താലും, ഏതൊരു പ്രൊഫഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്താലും അവിടെ നിയമങ്ങളുണ്ട്, ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ പബ്ലിക് ഏജൻസീസ്, ISO പോലുള്ള ഏജൻസീസൊക്കെ ഉണ്ട്, നമ്മളെ മോണിറ്റർ ചെയ്യാനും നമ്മളെ ക്വാളിറ്റി അസസ് ചെയ്യാനുള്ള ഏജൻസീസൊക്കെ ഉണ്ട്. ഇവരൊക്കെ പറയുന്നത് നമ്മൾ ഒബേ ചെയ്യണം, അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സൊക്കെ നമ്മൾ കംപ്ലൈ ചെയ്യണം, അതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് പോവുകയും വേണം. അപ്പം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടും എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാകും. ചിലപ്പോൾ ഇതിനെ വയലേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഇതിനടിസ്ഥാനരഹിതമായിട്ടൊക്കെ പോകുന്ന സമയത്ത് എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പോളിസീസോ എന്തെങ്കിലും റെഗുലേഷൻസോ ഒക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുന്ന സമയത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എത്തിക്കൽ വയലേഷൻസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അനദർ വൺ ഈസ് പ്രൊഫഷണൽ സൊസൈറ്റീസ് ഓറിയൻറ്റഡ് ഇഷ്യൂസ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, IEEE കേട്ടിട്ടുണ്ട്, അതുപോലെ ASME, അമേരിക്കൻ സൊസൈറ്റി ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ദെൻ NSP, നാഷണൽ സൊസൈറ്റി ഫോർ പ്രൊഫഷണൽ എഞ്ചിനീയേഴ്സ്. അങ്ങനെ പ്രൊഫഷണൽ സൊസൈറ്റീസ് ഉണ്ട് എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട്. അപ്പം ഇവരെ ബേസ് ചെയ്തുകൊണ്ട് മോറൽ ഇഷ്യൂസോ അല്ലെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടാകാം. കാരണം ഇവരൊക്കെ കുറേ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ആൻ എഞ്ചിനീയർ ഷുഡ് ബി and a member of ASME or a member of IEEE is expected to do. ഒരു IEEEയുടെ മെമ്പർ എങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്ന് അവർക്കൊരു എക്സ്പെക്റ്റേഷൻ അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ നമ്മൾ വയലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും കാരണവശാൽ വയലേറ്റ് ചെയ്യുന്ന സമയത്ത് മോറൽ ഇഷ്യൂസോ എത്തിക്കൽ ഇഷ്യൂസോ ഒക്കെ അവിടെ ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഓറിയൻറ്റഡ് ഇഷ്യൂസ്. സോ വാട്ട് എവർ പ്രോഡക്റ്റ് വി മാനുഫാക്ചർ, it should protect the health of public.
it should protect the environment. It should consider the safety of the things surrounded. It should consider the safety and welfare of the society. സോ നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും നമ്മൾ എൻവയോൺമെൻറ്റിൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കരുത്, അഡ്വേഴ്സ് ഇമ്പാക്ട്സ് ഉണ്ടാക്കരുത്. എൻവയോൺമെൻറ്റ് സേഫ്റ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ സൊസൈറ്റിയുടെ വെൽഫെയറൊക്കെ കൺസിഡർ ചെയ്ത് മാത്രമേ നമ്മൾ പ്രോഡക്ട്സ് ഉണ്ടാക്കാവൂ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാകും. ഈ ചിലപ്പം എന്തെങ്കിലും പൊല്യൂഷൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കാം, പബ്ലിക് ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കാം. ചിലപ്പോൾ നമ്മൾ ഫാക്ടറിയുടെ വലിയ വലിയ ഫാക്ടറീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സോസ്റ്റിൽ നിന്നൊക്കെ പോയ്സൺസ് ഉള്ള ഗ്യാസസൊക്കെ വരാം, ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ വരാം. അപ്പം ഇതൊക്കെ പബ്ലിക് ഹെൽത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോഴും നമുക്ക് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. So what we discussed is about variety of moral issues. ഏതൊക്കെ രീതിയിൽ മോറൽ ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതൊക്കെ സൈഡിൽ നിന്ന് മോറൽ ഇഷ്യൂസ് ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടുണ്ടാവാം, ക്ലയൻറ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടാവാം, നമ്മുടെ കോമ്പറ്റീറ്ററിനെ ബേസ് ചെയ്തിട്ടുണ്ടാവാം, നമ്മളുടെ ലോസ് അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന പോളിസീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുണ്ടാവാം, പ്രൊഫഷണൽ സൊസൈറ്റിയുടെ റൂൾസിന് എഗൻസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാവാം, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റ് നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ എൻവയോൺമെൻറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഈസ് എൻക്വയറി. ടൈപ്സ് ഓഫ് എൻക്വയറി. എന്താണ് ശരിക്കും എൻക്വയറി എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ വേർഡ് കേട്ടിട്ടുണ്ട് എൻക്വയറി. എൻക്വയറി മീൻസ് ഇൻവെസ്റ്റിഗേഷൻ. Like general ethics, engineering ethics also involves investigation into values, meaning and fact. These inquiries in the field of engineering ethics are of three types. എഞ്ചിനീയറിംഗ് എത്തിക്സിലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഒരുപാട് എൻക്വയറീസ് ഉണ്ട്, ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് പല പല സാഹചര്യങ്ങളിൽ നടത്തേണ്ടതായിട്ട് വരും. ഈവൻ എത്തിക്സുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വേരിയസ് കൈൻഡ്സ് ഓഫ് എൻക്വയറീസ് ആർ നോർമേറ്റീവ് എൻക്വയറീസ് ദെയർ, conceptual enquiry is there, factual or descriptive enquiries is there. 3 തരത്തിലുള്ള എൻക്വയറീസ് അല്ലെങ്കിൽ 3 തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. 1 നോർമേറ്റീവ് എൻക്വയറി ഉണ്ട്, 2 കൺസെപ്ച്വൽ എൻക്വയറി ഉണ്ട്, 3 ഫാക്ച്വൽ എൻക്വയറി ഉണ്ട്. ലെറ്റ് us see each in detail. First one, normative inquiry. These inquiries are mostly helpful to identify the values which guide the individuals or groups in taking a decision. ഒരു ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയോ ഒരു ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻക്വയറിയാണ് നമ്മൾ നോർമേറ്റീവ് എൻക്വയറി എന്ന് പറയുന്നത്. ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്നു, അതിന് എന്ത് തീരുമാനം എടുക്കാം അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ എടുക്കാം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻക്വയറി, അതിനാണ് നമ്മൾ നോർമേറ്റീവ് എൻക്വയറി എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കോ ഒരു ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻക്വയറി, അതിനെയാണ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ നോർമേറ്റീവ് എൻക്വയറി എന്ന് പറയുന്നത്. This inquiry is meant for identifying and justifying some norms and standards of morally desirable nature for guiding individuals as well as ഗ്രൂപ്പ്സ്. ചിലപ്പം കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് റൂൾസ് ആയിരിക്കാം. ഇത് ഇൻഡിവിജ്വൽസിന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന് വർക്ക് ചെയ്യുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതും കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഇതും കൂടി എൻക്വയറി ചെയ്തിട്ട് മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാവൂ. ഇൻ മോസ്റ്റ് കേസസ് ദ നോർമേറ്റീവ് ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ ബിലോ. നോർമേറ്റീവ് എൻക്വയറീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. How do the obligations of engineers protect the public safety in given situations? നമ്മളൊരു എഞ്ചിനീയർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ഇത് പബ്ലിക് സേഫ്റ്റി എങ്ങനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നു, പബ്ലിക്കിൻ്റെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ, പബ്ലിക് സേഫറാണോ ഈ പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് കാരണം? When should an engineer have to alarm their employees on dangerous practices? എപ്പോഴാണ് ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എംപ്ലോയീസിനെ വാൺ ചെയ്യേണ്ടത്, ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രാക്ടീസിനെ ബേസ് ചെയ്തിട്ട് വാൺ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ എക്സ്റേസ് ഒക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ പ്രത്യേകം, അല്ലെങ്കിൽ ഗാമ റൈസോ ബീറ്റ റൈസോ ഒക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ പ്രത്യേകം ഇത് പറയും, ഇന്ന ഡ്രസ് കോഡ് ഉണ്ടാവണം, ഇന്ന പോലെ വിയറബിൾസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഇതൊക്കെ വയലേറ്റ് ചെയ്ത് എംപ്ലോയീസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ
ആസ് ആൻ എഞ്ചിനീയർ വി ഹാവ് ടു അലാം ദം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവിടെ എന്ത് സ്റ്റാൻഡേർഡാണോ പറഞ്ഞേക്കുന്നത് ആ സ്റ്റാൻഡേർഡ് തന്നെ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. ഫോളോ ചെയ്യുന്നില്ല, അവിടെയുള്ള എംപ്ലോയീസ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആസ് ആൻ എഞ്ചിനീയർ വി ഹാവ് ടു അലാം ദം. Where are the laws and organizational procedures that affect engineering practices on moral issues? അപ്പോൾ ഒരു എഞ്ചിനീയർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിയമവ്യവസ്ഥകളുണ്ട്, അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ ഓർഗനൈസേഷന് അതിൻ്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ എന്ന് അന്വേഷിക്കുന്നതൊക്കെ നോർമേറ്റീവ് എൻക്വയറിയുടെ ഭാഗമായിട്ടാണ്. വാട്ട് ആർ ദി മോറൽ റൈറ്റ്സ് എസെൻഷ്യൽ ഫോർ എഞ്ചിനീയേഴ്സ് ടു ഫുൾഫിൽ ദിയർ പ്രൊഫഷണൽ ഒബ്ലിഗേഷൻസ്? ഒരു എഞ്ചിനീയർക്കുള്ള മോറൽ റൈറ്റ്സ് എന്തൊക്കെയാണ്? ഞാനൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു, അപ്പോൾ എനിക്ക് എന്തൊക്കെ മോറൽ റൈറ്റ്സ് ഉണ്ട്? ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ, ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ചോദ്യങ്ങളെ പറ്റിയുള്ള അന്വേഷണങ്ങളെയാണ് നമ്മൾ നോർമേറ്റീവ് എൻക്വയറി അല്ലെങ്കിൽ നോർമേറ്റീവ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ നോർമേറ്റീവ് എൻക്വയറി എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങളും തന്നെയല്ല, ഇതുമായി സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം കണ്ടെത്തുന്നതാണ് നമ്മൾ നോർമേറ്റീവ് എൻക്വയറി എന്ന് പറയുന്നത്. സെക്കൻഡ് ഈസ് കൺസെപ്ച്വൽ എൻക്വയറീസ്. ആസ് ദ ടേം സച്ച് എസ് കൺസെപ്ച്വൽ, എന്തെങ്കിലും കൺസെപ്റ്റിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളത് പറയുന്നത്. ഇറ്റ് മീൻസ് ഫോർ ഡിസ്ക്രൈബിങ് മീനിങ് ഓഫ് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഇഷ്യൂസ് റിലേറ്റഡ് ടു എഞ്ചിനീയറിംഗ് എത്തിക്സ്. അപ്പം എന്തെങ്കിലും കൺസെപ്റ്റിനെ പറ്റിയുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിൻസിപ്പിളിനെ പറ്റിയുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് എത്തിക്സ് റിലേറ്റഡുള്ള ഇഷ്യൂസിനെ പറ്റിയുള്ള അന്വേഷണങ്ങളൊക്കെ നമ്മൾ കൺസെപ്ച്വൽ എൻക്വയറി അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. These inquiries also explain whether the concepts and ideas are expressed by single word or by phrases. അപ്പം പല കൺസെപ്റ്റ്സും ചിലപ്പോൾ നമ്മൾ സിംഗിൾ വേർഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പം ആ വേർഡിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴായിരിക്കും അതെന്താണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ചിലൊരു ഒരു ഫ്രേസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്താൽ അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് എന്താണ് എന്ന് സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്കത് എക്സാക്ട്ലി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. Some examples of conceptual inquiries or conceptual investigations are safety and how it is related to risk. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, ഒരു പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, അവിടെ സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം എങ്ങനെ സേഫ്റ്റി ഫാക്ടേഴ്സ് റിസ്ക് ഫാക്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാറ്റ് ഈസ് എ കൺസെപ്ച്വൽ എൻക്വയറി. What does it mean by when code of ethics say engineers should protect the safety, health and welfare of the public? എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് പറയുന്നുണ്ട് ഒരു എഞ്ചിനീയർ ഉത്തരവാദിത്വമാണ് പബ്ലിക്കിൻ്റെ സേഫ്റ്റി, പബ്ലിക്കിൻ്റെ ഹെൽത്ത്, പബ്ലിക്കിൻ്റെ വെൽഫെയർ, സൊസൈറ്റിയുടെ വെൽഫെയർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു കൺസെപ്ച്വൽ എൻക്വയറിയാണ്. വാട്ട് ഈസ് ബ്രൈബ്? കൈക്കൂലി കൊടുക്കുക. ഇതും ഒരു കൺസെപ്ച്വൽ എൻക്വയറി. ആ ക്വസ്റ്റ്യൻ ഒരു കൺസെപ്ച്വൽ എൻക്വയറിയാണ്. കൈക്കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും സംഭവം? വാട്ട് ഈസ് പ്രൊഫഷൻ ആൻഡ് വാട്ട് ഈസ് പ്രൊഫഷണൽ? അതും ഒരു കൺസെപ്ച്വൽ എൻക്വയറിയാണ്. അപ്പം എന്തെങ്കിലും ഒരു പ്രിൻസിപ്പിളിനെ പറ്റി അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കിനെ പറ്റി അന്വേഷിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ കൺസെപ്ച്വൽ എൻക്വയറി എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് എൻക്വയറീസ്. ഫാക്ച്വൽ എൻക്വയറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഒരു പ്രോബ്ലം ഉണ്ടായി അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ഫാക്ട്സ്, ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള അന്വേഷണങ്ങളെയാണ് നമ്മൾ ഫാക്ച്വൽ എൻക്വയറി എന്ന് പറയുന്നത്. നമുക്കൊരു ഒരു പർട്ടിക്കുലർ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ അവിടുത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം, അവിടുത്തെ ഫാക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായൊരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. The engineer has to conduct factual enquiries by using scientific technique. ഈ ഫാക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ അന്വേഷിച്ചിട്ട് കാര്യമില്ല, സയൻറ്റിഫിക് മെഷേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എൻക്വയർ ചെയ്യണം. These help to provide information regarding business realities such as practices of engineers, history of engineering profession, effectiveness of professional societies, etc. അപ്പം ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ കൊണ്ട് നമുക്ക് ഫാക്ട്സ്, കുറേ ഇൻഫർമേഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ കുറേ യാഥാർത്ഥ്യങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. The information about the facts provide understanding and background conditions which create moral problems. അപ്പം നമ്മളൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിലെ ഫാക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്
കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവാനുള്ള ബാക്ക്ഗ്രൗണ്ട് സീൻ എന്താണ്. ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. These facts are also helpful in solving moral problems by using alternative ways of solution. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു പ്രശ്നത്തിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അതിന് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് നമ്മുടെ കാണും. അപ്പം ഈ പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഫാക്ച്വൽ എൻക്വയറി വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കാണും അങ്ങനെയുള്ള മോറൽ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാനായിട്ട്. സോ 3 types of enquiries. Enquiry means investigation. 3 types of enquiries connected to engineering ethics: normative enquiry, conceptual enquiry, and factual enquiry. And the next term is moral dilemma. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നും, എന്തിനാണ് എഞ്ചിനീയറിംഗ് എത്തിക്സ് പഠിക്കുന്നത്, രണ്ടാമത്തെ മോഡ്യൂളായി. ഇതൊരു മോറൽ ഡിലെമയാണ്, ഒരു കൺഫ്യൂഷൻ. നമുക്ക് എന്താ പറയുക, കൃത്യമായിട്ട് എന്ത് ചോയ്സാണ് അല്ലെങ്കിൽ നമുക്കൊരു ആൻസർ പറയാൻ പറ്റുന്നില്ല. നമ്മുടെ ലൈഫിലൊക്കെ പല തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ ഡൈലമയിലായി പോകും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ പറയാൻ പറ്റുന്നില്ല, അത് ശരിയാണോ അത് തെറ്റായിരിക്കുമോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് ശരിയാകുമോ. ദാറ്റ് ഈസ് കോൾഡ് എസ് മോറൽ ഡിലേമ. നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റുന്നില്ല, ആ ചെയ്യുന്നത് ശരിയാണ്, ഇങ്ങനെ ചെയ്താൽ മതി, ഇത് ശരിയാണ് എന്ന് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ മോറൽ ഡിലേമ എന്ന് പറയുന്നത്. It can also be called as moral problems. Moral dilemma have 2 or more foldings. Moral obligations, duties, rights, goods or ideals come into disagreement with each other. അപ്പം നമ്മൾ ഈ മോറൽ ഡയലമയിൽ ആവി പോകാനുള്ള കാരണങ്ങൾ ചിലപ്പം നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ് ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തിനോടുള്ള ഡിസഗ്രീമെൻ്റ് ഉണ്ടായിരിക്കാം നമുക്ക് ഈ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. ദിസ് കനോട്ട് ബി ഈസിലി അഡ്രസ്ഡ് ഓർ റിസോൾവ്ഡ് ആൾവേസ്. ഇറ്റ് റിക്വയർസ് ആൻ എലോബറേറ്റ് സെർച്ച് വിച്ച് സംടൈംസ് കോസ് എക്സ്ട്രീം സഫറിങ് ആൻഡ് റിഫ്ലക്ഷൻ ഓഫ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ നേരം നമ്മളൊരു മോറലി നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം. അങ്ങനെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാനിപ്പോൾ ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു മാനേജറുടെ പൊസിഷനിൽ ഇരിക്കുന്നു, ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പോകുന്നു, പക്ഷേ അത് ശരിയാവുമോ, നല്ലതാവുമോ, അങ്ങോട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് സെർച്ച് ചെയ്ത് ഇലാബറേറ്റായിട്ടൊന്ന് സെർച്ച് ചെയ്ത് അതിനെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ അതിനെ നമ്മളൊരു സൊല്യൂഷനിലോട്ട് നമ്മൾ അറൈവ് ചെയ്യാവൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഫോർ ടുഡേ ഈസ് മോറൽ ഓട്ടോണമി. It's the capacity to deliberate rationally and decide what is right instead of simply following set of rules. It's a decision making based on moral concern. അപ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും നമ്മളൊരു ഓർഗനൈസേഷനിൽ പോകുമ്പോൾ. അപ്പം റാദർ ദാൻ ഈ റൂൾസിനെ ഫോളോ ചെയ്യാതെ ശരിയായ കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് നല്ല രീതിയിൽ മറ്റുള്ളവരുടെ എത്തിക്കൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ഒരു ഡിസിഷൻ എടുത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് മോറൽ ഓട്ടോണമി. അപ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾസിനെ ചുമ്മാ അങ്ങ് ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ എത്തിക്കൽ സ്റ്റാൻഡേർഡാണ്, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ സ്റ്റാൻഡേർഡ് ഇതാണ്, കോഡ് ഓഫ് കോണ്ടക്ട് ഇതാണ് എന്ന് പറഞ്ഞ് വെറുതെ റൂളിനെ ഫോളോ ചെയ്ത് പോകാതെ നമുക്ക് നല്ല കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് മോറൽ ഓട്ടോണമി. So that's all for today.